നമസ്കാരം. ബംഗ്ലാദേശിൽ തുടരുന്ന രാഷ്ട്രീയ പ്രതിസന്ധിയെ തരണം ചെയ്യാൻ കഴിയാതെ ഇടക്കാല സർക്കാർ തലവൻ മുഹമ്മദ് യൂനസ് രാജ്യഭീഷണി മുഴക്കി. രാജ്യത്ത് നടപ്പാക്കേണ്ട മുഖ്യ പരിഷ്കാരങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികൾ സമവായത്തിലെത്താൻ പരാജയപ്പെട്ടതോടെ മുഖ്യ ഉപദേഷ്ടാവിന്റെ റോളിൽ യൂനസ് തുടരുന്നതിൽ അനിശ്ചിതാവസ്ഥയുണ്ടെന്ന് വിദ്യാർത്ഥികൾ നയിക്കുന്ന നാഷണൽ സിറ്റിസൺ പാർട്ടി അധ്യക്ഷൻ അൻഹിദ് ഇസ്ലാം പറഞ്ഞു. ബഹുജന പ്രക്ഷോഭത്തെ തുടർന്ന് രാജ്യത്ത് മാറ്റവും പരിഷ്കാരവും കൊണ്ടുവരാനാണ് തന്നെ കൊണ്ടുവന്നത്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികൾ ഒതുക്കുന്നതായും പ്രവർത്തിക്കാൻ കഴിയാത്തതായും യൂനസിന് തോന്നുന്നതായി അൻഹിദ് ഇസ്ലാം BBC ബംഗ്ലയോട് പറഞ്ഞു. ഈ പദവിയിൽ നേരാവണ്ണം പ്രവർത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ തുടരുന്നതിൽ എന്തർത്ഥമാണുള്ളതെന്ന് യൂനസ് തന്റെ ഉപദേഷ്ടാക്കളുടെ യോഗത്തിൽ ചോദിച്ചതായി ബംഗ്ലാദേശ് പത്രം പ്രോദോം AI റിപ്പോർട്ട് ചെയ്തു. വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ തുടർന്ന് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതോടെയാണ് 84-കാരനായ നൊബേൽ പുരസ്കാര ജേതാവ് ഇടക്കാല സർക്കാർ തലവനായത്. സൈന്യവും ഇടക്കാല സർക്കാരും തമ്മിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷമാണ് ഒരു കാരണമായി പറയുന്നത്. വിശേഷിച്ചും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്ന് നടത്തണമെന്നതിനെ ചൊല്ലിയുള്ള തർക്കമുണ്ട്. വ്യക്തമായി തിരഞ്ഞെടുപ്പ് സമയക്രമം പ്രഖ്യാപിക്കാൻ യൂനസിന്മേൽ രാഷ്ട്രീയ പാർട്ടികൾ സമ്മർദ്ദം കൂട്ടിവരികയാണ്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ ചുമതലയേറ്റ യൂനസ് അതിവേഗ പരിഷ്കരണങ്ങളും ജനാധിപത്യ ഭരണത്തിലേക്കുള്ള മടക്കവും വാഗ്ദാനം ചെയ്തിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാൻ വൈകുന്നതോടെ പൊതുജന പിന്തുണയും കുറഞ്ഞു വരികയാണ്. പൊതുജന പ്രതീക്ഷകൾക്ക് തുയരാൻ സർക്കാർ പരാജയപ്പെട്ടാൽ പിന്തുണ തുടരാൻ ബുദ്ധിമുട്ടായിരിക്കുമെന്ന് BNP പ്രഖ്യാപിച്ചു. തങ്ങളുടെ മേയർ സ്ഥാനാർത്ഥിയുടെ സ്ഥാനാരോഹണം ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് വ്യാപകമായി പ്രതിഷേധം തുടരുകയാണ് BNP. 2020 വിവാദമായ മേയർ തിരഞ്ഞെടുപ്പിൽ തങ്ങളുടെ സ്ഥാനാർത്ഥി ഇഷ്റാഖ് ഹുസൈനെ വിജയിയായി പ്രഖ്യാപിച്ച തിരഞ്ഞെടുപ്പ് കമ്മീഷൻ റൂളിങ്ങിനെ ഇടക്കാല സർക്കാർ തടസ്സപ്പെടുത്തുന്നുവെന്നാണ് BNP ആരോപണം. വിദ്യാർത്ഥി പ്രക്ഷോഭത്തിന് പിന്നാലെ അധികാരത്തിൽ വന്ന ഇടക്കാല സർക്കാരിനെ സൈന്യം അംഗീകരിച്ചിരുന്നുവെങ്കിലും പിന്നാലെ പല വിഷയങ്ങളിലും സൈനിക മേധാവി സർക്കാരുമായി ഇടയുന്നതാണ് കണ്ടത്. ബംഗ്ലാദേശ് റൈഫിൾസ് കലാപകാരികളെ വിട്ടയക്കാനുള്ള തീരുമാനമാണ് സൈനിക മേധാവി ചൊടിപ്പിച്ചതെന്നാണ് സൂചന. 2009 ഫെബ്രുവരിയിൽ നടന്ന കലാപത്തിൽ 57 സൈനിക ഉദ്യോഗസ്ഥരെയും മറ്റ് 16 പേരെയും വധിച്ച സംഭവത്തിൽ 300ഓളം കലാപകാരികളെ ശിക്ഷിച്ചിരുന്നു. ഇവരെ ഈ വർഷം വെറുതെ വിട്ടിരുന്നു. യൂനസ് സർക്കാരിന്റെ സൈനിക ഉപദേഷ്ടാവായ ലഫ്റ്റനന്റ് ജനറൽ കമറുൽ ഹസൻ അടുത്ത സൈനിക മേധാവിയാകാൻ US-ന്റെ സഹായം തേടിയതായിട്ടുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു. സൈന്യത്തിനുള്ളിൽ അട്ടിമറി നടക്കാനുള്ള സാധ്യത ഇന്ത്യ രഹസ്യമായി അറിയിച്ചതിനെ തുടർന്ന് സൈനിക മേധാവി ഈ നീക്കം പൊളിച്ചിരുന്നു. മെയ് 11 സൈനിക മേധാവി കമറുൽ ഹസനെ പിരിച്ചുവിടാൻ ശ്രമിച്ചിരുന്നെങ്കിലും മുഹമ്മദ് യൂനസ് ഉത്തരവ് തടഞ്ഞതും സർക്കാരുമായുള്ള സൈന്യത്തിന്റെ ഭിന്നത ഇരട്ടിപ്പിച്ചു. ബംഗ്ലാദേശ് സൈനിക മേധാവി ജനറൽ വാക്കർ ഉസ്സമനും യൂനസിന് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. ഡിസംബറോടെ ദേശീയ തെരഞ്ഞെടുപ്പ് നടത്തണമെന്നതാണ് സൈനിക മേധാവി ആവശ്യപ്പെട്ടത്. മ്യാൻമറിലെ റാഖൈൻ സംസ്ഥാനത്തേക്ക് മാനുഷിക ഇടനാഴി സ്ഥാപിക്കണമെന്ന യൂനസ് സർക്കാരിന്റെ നിർദ്ദേശത്തെയും സമൻ തള്ളിക്കളഞ്ഞു. ഇത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് ഭീഷണിയാണെന്നാണ് സൈനിക മേധാവി വിലയിരുത്തിയത്. അങ്ങനെയൊരു നീക്കത്തിന് രാഷ്ട്രീയ സമവായം വേണമെന്നും സമൻ ശാഠ്യം പിടിച്ചു. 10 ലക്ഷത്തോളം വരുന്ന റോഹിംഗ്യ അഭയാർത്ഥികൾക്ക് സഹായം എത്തിക്കാനുള്ള പദ്ധതിയെ UN-ഉം അമേരിക്കയും പിന്തുണച്ചിരുന്നു. എന്നാൽ BNPയും മറ്റു പ്രതിപക്ഷ പാർട്ടികളും അത് ഏകപക്ഷീയവും അനധികൃതവുമാണെന്ന് മുദ്രകുത്തി. ഇതെല്ലാം യൂനസിനെ ചൊടിപ്പിച്ചതായിട്ടാണ് സൂചന. മുൻ ഭരണകക്ഷി അവാമി ലീഗിനെ നിരോധിച്ചതടക്കം രാഷ്ട്രീയ എതിരാളികളെ ഇടക്കാല സർക്കാർ അടിച്ചമർത്തുന്നുവെന്ന് ആരോപിച്ച് ഹ്യൂമൻ റൈറ്റ്സ് വാച്ചും യൂനസിനുമേൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. മൗലികാവകാശങ്ങൾ പോലും സർക്കാർ നിഷേധിക്കുന്നുവെന്നും ആരോപണമുണ്ട്. മുൻഗാമിയുടെ സ്വേച്ഛാധിപത്യ ശൈലി യൂനസ് സർക്കാർ ആവർത്തിക്കുകയാണെന്നും ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് കുറ്റപ്പെടുത്തി. രാഷ്ട്രീയ കക്ഷികൾ, സൈന്യം, രാജ്യാന്തര മനുഷ്യാവകാശ ഗ്രൂപ്പുകൾ എന്നിവരുടെ എല്ലാം സമ്മർദ്ദമേറിയതോടെ മുഹമ്മദ് യൂനസിന്റെ നില പരിതാപകരമായിരിക്കുകയാണ്. യൂനസ് തുടരുമോ അതോ സ്ഥാനമൊഴിയുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു.